ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിഡ്കാസ്റ്റ് സംഭവമാണ് ഗൈസ്. നമ്മളെ യൂട്യൂബിലെ ഫസ്റ്റ് ചാലഞ്ച് ആണ് ഇന്ന്. യെസ്, ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് ടെസ്റ്റ് ചാലഞ്ച് ആണ്. അതായത് നമ്മൾ കണ്ണ് കെട്ടാണ്ട് ഇവിടെ ബ്ലാക്ക് ഷാൾ കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ണ് കെട്ടിയിട്ട് ഇവിടെ ഒരു സാധനം നമുക്ക് പ്രോപ്പർട്ടീസ് ഒരു പോയിന്റ്. എല്ലാത്താർക്കും നമുക്ക് പണിഷ്മെന്റ് അയച്ച് ഫ്ലോർ ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ പൗഡർ പോലെ ആക്കും. അത് നമ്മൾ ചാലഞ്ച് തീർന്നേരത്തിന് മുഖത്ത് വെച്ചേക്കണം. കഴുകാലോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ചാലഞ്ച് തീർന്നേരം അത് നമ്മളെ മുഖത്തുണ്ടാവും. അതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചലഞ്ച്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് ഫസ്റ്റ് റൗണ്ട് മിന്നുവാണ്. എൻഡ് വരെ നിങ്ങൾ കാണാം. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. സോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും തോന്നുന്നു. സോ അതായത് നമുക്ക് നേരെ ചലഞ്ചിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് മിന്നു ആണ് കേട്ടോ. മിന്നുവിന്റെ റൗണ്ട് ആണെങ്കിൽ എന്റെ കണ്ണ് കിട്ടൂല, എന്റെ റൗണ്ട് ആയി മിന്നുവിന്റെ കണ്ണ് കിട്ടൂല. അങ്ങനെ നമ്മളെ പ്രോസസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നേരെ മിനുസിന്റെ കണ്ണ് കെട്ടി കൊടുക്കാം. ഇന്ന് മിന്നു ഒരുപാട് പെടും ഗൈസ്, സാധനം അറിയാൻ വേണ്ടിട്ട്. അത് കാണുന്നുണ്ടാ? ഡബിൾ സെറ്റ്. അപ്പൊ ഞാൻ പോയിട്ട് സാധനം എടുത്തിട്ട് വരട്ടെ. ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ വലിയ നമ്മളൊരു പണിഷ്മെന്റും ഉണ്ട്, നമ്മളെ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വെക്കാം. നമ്മൾ ശരിക്കും കാണിച്ചു കൊടുത്തോ? എന്താ തിരിയുന്നുണ്ട് ഗൈസ്? ഒരു മിനിറ്റ് ആയിട്ട് ഞാൻ പറയൂ. ഓക്കെ, തോടെ മിനിറ്റ് തോടെ. ഇപ്പുറത്ത് നമ്മുടെ പണിഷ്മെന്റ്. അതോടെ ഇത് നീ തൊട്ട് എന്താ പറയേണ്ട സാധനം എന്ന് പറയാൻ പറ്റത്. ടൈം അപ്പ് ആവട്ടെ. ഇത് കൊറേ കാര്യങ്ങൾ തൊള്ളില്ല. വേഗം പറയും. ഉറപ്പിച്ച് ഒന്ന് വേഗം ഉറപ്പിക്കണേ. വേഗം പറയും. ഈ പോക്കാൻ ഇവിടെ അടിച്ചു പിരിയും ഗൈസ്. വേഗം പറയും. ഓക്കെ ഉറപ്പിച്ച് പെരിപ്പാൻ. ഉറപ്പിച്ചേ, ഞാൻ കണ്ണു വരുന്നത്. ഉറപ്പിച്ച് പെരിപ്പാന്ന് നമുക്ക് കെട്ടൂല. എന്താ പരിപ്പ നോക്കിക്കോ. ഒന്ന് സാധനം എന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് ഒരു പറയാൻ എന്താന്ന് പറ. അപ്പൊ നമുക്ക് പണിഷ്മെന്റ് ബി മസ്റ്റ് ആണല്ലോ ഗൈസ്. കുറച്ച് മതിയടാ. ഇതുപോലെ തിരിച്ചാക്കാ കുഴപ്പമില്ല. ബ്ലഷ് ആക്കട്ടെ. നെറ്റി കൂടെ ഇടല്ലേ? വേണ്ട, മതി. തട്ടിക്കാലിനോട് ചാലഞ്ച് ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കണം. എനിക്ക് ഈ ചാലഞ്ച് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. ഓക്കെ, അടുത്ത ഞാനാണ്. അപ്പൊ മീൻ സാധനത്തിൽ നമുക്ക് കണ്ണേട്ടാം. മൈദപ്പൊടി മാറ്റിയാ? ഇതെന്നാ വെച്ചാ വെച്ചാ അയ്യേ, ഇതെന്താ പെട്ടിയാ എനിക്കറിയാം. ഇതെന്താ പെട്ടി? ഒന്ന് തീർന്നാല് കുറച്ച് വെയിറ്റ് ഉണ്ട്. ഞാൻ തുറന്നാക്കട്ടെ? പെട്ടി തുറക്കാൻ പാടില്ല. ഈ പൊട്ടി തുറക്കണ ഞാൻ എന്ത് പറയണ്ടേ? എന്നാ നോക്കട്ടെ. എന്താണ് കട്ട സാധനം എന്തായാലും. ഞാൻ കട്ട സാധനം പൊടിയിട്ടോ. ഷാളിലാക്കല്ലേ? മതി മൂക്കിലിടണ്ട. മതി മിന്നോ. ഇങ്ങനെ മിക്കവാറും അടിയാകും ഗൈസ്. അപ്പൊ ഇതാണ് ഗൈസ് സാധനം. വിച്ച് മീൻസ് ഇവിടെ ഇതും കൂടി കിട്ടിയില്ല. ഇവിടെ ചാലഞ്ച് നമുക്ക് ഔട്ടാക്കാം. കേട്ടിട്ടില്ല. എന്നതാണ് എന്റെ ഇംഗ്ലീഷിൽ പറയും. ഗ്രീൻ ചില്ലി.
ആ തുറക്ക്. ഇത് പച്ചമുളക് അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്നാ തുറക്കല്ല അല്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാം. അപ്പൊ ഓക്കെ തുറക്ക് നോക്കട്ടില്ലേ. ഒരു പോയിന്റ് 1-0 ഗൈസ്. ഞാൻ വിട്ടു കൊടുക്കൂല എന്തായാലും ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാൻ തോക്കും ഗൈസ്. അല്ല പുഴുവാ. അന്ന് സാധനം ബ്രെഡ് 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 ബ്രെഡ്. അത് ഞാൻ വിചാരിച്ച എന്തോ അടുത്ത അടുത്ത സാധനം ഗൈസ്. ഞാൻ വന്നിട്ടുണ്ട് ഗൈസ്, ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ പോട്ടെ. വെച്ചിട്ടില്ല, വെയിറ്റ് ചെയ്. ഞാൻ ഇങ്ങോട്ട് ഇരിക്കട്ടെ, വെക്കട്ടെ. കസ്കസ ഉറപ്പിച്ചാ? ഇല്ല. അതാ വേഗം പറയോ ഉറപ്പിച്ചോ ഇല്ലയോന്ന്. കസ്കസ് ഉറപ്പിച്ചാ? ഉറപ്പിച്ചാ? ഉറപ്പിച്ചെന്ന പിന്നെ പോലെ ഇപ്രാവശ്യം പൊടി ഗോവിന്ദ. എന്നാ ഇതിന് പറയാ കണ്ണുറത്തി. എന്നാ ഇത് പറയാ എന്നിട്ടും അറിയില്ല എന്താ സാധനം. കടുക് കറിയിലിട്ട് പൊട്ടിക്കുന്ന. വാ രണ്ട് കുറച്ച് മതി മതി. ഇപ്പുറത്തൊക്കെ പോലെ ഇവിടെ മൂക്കിന്റെ ഉള്ളിൽ കേക്കി പകരം ഇത് വീട്ടാനുള്ളതാണ്. മതി ദിയോ. ആ കെട്ടിക്കണ്ടെങ്കിൽ പടി കൈ പിടിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഇപ്പുറത്ത് വന്നിട്ട് കാണിക്കും. കണ്ടിട്ടില്ല ഇങ്ങോട്ടാ. ഇതെന്നാ വീണ താഴ്വണ പൊട്ടുന്ന സാധനം ഞാൻ പറഞ്ഞില്ല. വെച്ചാ ഇല്ല, വെക്കട്ടെ. മിനുസ് അവിടെ ഇരുന്നോ? ടേസ്റ്റ് ചെയ്യാൻ പറ്റോ? ടേസ്റ്റ് കൊടുത്താലോ? മണപ്പിക്കാം. അവിടെ ഇരിക്കും. ഇതെന്നാ സാധനോ മണത്താ മനസ്സിലാവും. മണക്കണ്ടാവും. മണത്താ മനസ്സിലാവും. തിരിയുന്നില്ല. ഇതെന്നത് അറിയോ? ഞാൻ പറയാ ഒരു മിനിറ്റ്. സമയമില്ല. ഇത്രയും സിമ്പിൾ സാധനം. ഇത് മുട്ടയാ? മുട്ടയാ? മുട്ടയല്ല അല്ലേ? മുട്ടയല്ല. ഞാൻ മൂരല്ല. പെട്ടെന്ന് സമയം പോകുന്നുണ്ട്. സോസല്ല, സോസല്ല ഇത്. ഉറപ്പിച്ച് പെട്ടെന്ന് വേഗം പറ. മുട്ടയാ? ഒന്നും കൂടെ. മുട്ട. അത് കുറച്ച്. ആ ഇത്തിരി നെട്ട് കളിച്ച സാധനം ഗൈസ്. ആ മതി 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 ഗൈസ്. ദിസ് ഈസ് ദ സാധനം ഗൈസ്. സാധനം ഓക്കെ. അപ്പോൾ മൈദ പൊടിയാണ്. നമുക്ക് എന്തായാലും വെച്ച് വെക്കട്ടെ. വെച്ചതാ പറയണം. കിട്ടി കിട്ടി. ഇംഗ്ലീഷ് പറയണ പോലെയാണോ? ഇല്ല. കളി ഉറപ്പാ? ഒന്നതിന്റെ ഇംഗ്ലീഷ് കൂടെ പറഞ്ഞു കൊടുത്തേ. ഇംഗ്ലീഷ് പറ. ഒച്ചരി പറ. ടമാറ്റോ. ടൊമാറ്റോ. നോക്കുന്നു. ഓട്സ് ആക്കുന്നുണ്ട് അതിലോട്ടെ. പിന്നെ വേറെ പണി വരാം. എവിടെയാവും വെച്ചാ? മിനുസ് അവിടെ ഇരിക്കും. നിന്നോ കിട്ടി സാധനം. എന്താ പറ? കിട്ടി. പഞ്ചസാര കിട്ടിയല്ല മിനുസ്. പഞ്ചസാരല്ലേ? തിന്ന് നോക്കുന്നോ?
അപ്പൊ നമ്മളെ ഫൈനൽ റൗണ്ട് എത്തിയിട്ടുണ്ട്. മിന്നൂസിനും 4 പ്രോപ്പർട്ടീസ് വെച്ച് മിന്നൂസിന് 4 പ്രോപ്പർട്ടീസ് വെച്ച് എനിക്കും 4 പ്രോപ്പർട്ടീസ് വെച്ച്. അപ്പൊ 4 തന്നെ. അപ്പൊ രണ്ടാക്കും ഈക്വൽ ടൈ ആയിട്ടാണ് ഇപ്പൊ ഉള്ളത്. പക്ഷെ നമ്മള് 2-2 നമ്മള് മിന്നൂസിനെ ഒരു ടെസ്റ്റഡ് ആയിട്ടുള്ള ചാൻസ് കൊടുക്കാണ്ട് പോവാണ്. സോ ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം. മിന്നൂസ് എന്തായാലും കിട്ടില്ല നമുക്ക് നല്ല ഉറപ്പാണ്. ഒന്നല്ലേ പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒക്കെ കണ്ടെടുക്കാം. പിന്നെ ഗൈസ് ഇത് എന്തായാലും കിടിച്ചില്ല, ഓളൊന്നും മൈദപ്പൊടി കുളിക്കും ഉറപ്പട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും ഇത് കെട്ടിക്കൊടുക്കാം. തുറക്കുന്നത് കീറലില്ല, അതിന്റെ പുറത്ത് തന്നെ സാധനം എന്ന് പറയാ. പുറത്തുനിന്ന് പറയാൻ കഴിയില്ല. എന്നാ പൊളിച്ചോട്ടെ. എന്നാ പൊളിച്ചോ, ഇനി പൊളിച്ചോ. രണ്ട് വീട്ടിൽ അൺബോക്സിംഗ്. ആദ്യം കഴിച്ചൊരു സാധനം കാണിക്കട്ടെ മിന്നോ. ഉറപ്പിച്ച ബോക്സ് ആണ് തുറക്കുന്നേ. കൊറേ പറയാൻ പാടില്ല. ബോക്സ് ഉറപ്പിച്ചില്ലേ? ബോക്സ് ഉറപ്പിച്ചില്ലേ? ഇത് എന്തിനുള്ള ഗിഫ്റ്റാന്ന് കൂടി പറഞ്ഞു കൊടുക്കേ. ആൾക്ക് ഇതാണ് ചെയ്യട്ടെ. ഇന്ന് എന്നെ കുളിപ്പിക്കും. കണ്ണൊക്കെ അടച്ചു കുറച്ച് മതി ദിയാ. ഞാൻ ഓൾറെഡി പറഞ്ഞു കുളിപ്പിക്കും. പിന്നെ വേണ്ട, കുറച്ച് മതി. ഓട്ട് പാവല്ലേ. മതി അല്ലേ? എന്തൊക്കെ ഇത്തിരി മതി. ഞാൻ അടുത്ത ചലഞ്ചിലൊക്കെ വെക്കാം. ഇനി നമ്മളെ സെറ്റ് സാധനം നോക്കാം. എന്താന്നില്ലാത്ത എക്സ്പ്രഷൻ. ക്യാമറ ഓഫ് ആയി പോയി. സത്യം പറഞ്ഞ ഇത് വാങ്ങുമ്പോൾ ഞാനാണ് ഇവളെയും കാട്ടിയും കൂടുതൽ എക്സൈറ്റഡ്. ബിക്കോസ് ഇവിടെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല അടിപൊളിയാണ്. ടൂൾ ഉണ്ട് കേട്ടാ. 3 കിട്ടി. 3 ടൂള്. പിന്നെ 1 2 3 4 5 6 7 8 9 10 11 12 13 40 പീസ 12 പീസ 40 പീസ അങ്ങനെ ഉണ്ട്. ഇത് നമുക്ക് നല്ല ഷെയ്ഡ്, നല്ല ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പൊ നമ്മൾ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങും, നല്ല സെറ്റ് ആവും. ഇത് എന്തിനുള്ളതെന്ന് അറിയത്തില്ലല്ലോ. പറയട്ടെ, ഇവിടെ ആദ്യമൊക്കെ നല്ലപോലെ നാം കടിക്കുന്ന സ്വഭാവം ഉണ്ട്. നല്ലോണം നാം കടിക്കും എന്ന് വെച്ചാൽ നല്ലോണം. പിന്നെ നമ്മൾ വെച്ചാൽ വീക്കെൻഡ് അയച്ച് അത് നിർത്താനുള്ളൊരു ഇതിലേക്ക് വന്ന് അങ്ങനെയാണ് ഗൈസ്. അങ്ങനെ ഇവിടെ തന്ന വാക്കൊക്കെ പാലിച്ച്. അപ്പൊ പിന്നെ നമ്മൾ ഒരു 1 year ആയി. യെസ്, ഒരു 1 year ആയി. പിന്നെ നമ്മൾ ഗിഫ്റ്റ് എടുത്തില്ല മോശമല്ലേ. അങ്ങനെ ഇവിടെ ഒരുപാട് നാളെ പറഞ്ഞു ക്ലേ വേണം. 3 years ബാക്ക് പോപ്പിറ്റലും ട്രെൻഡ് ആയ സമയത്ത് നമ്മൾ ലാസ്റ്റ് ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ പറഞ്ഞിട്ടില്ല. ഓർഡർ ചെയ്തൊരു ഗിഫ്റ്റ് വാങ്ങി തരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മിന്നൂസ് ഹാപ്പി ആയാ? എന്തിനുള്ള ഗിഫ്റ്റാന്ന് മനസ്സിലായാ? നിർത്തിയതിനുള്ള. അത് നല്ല ഒരു ഗുഡ് ഹാബിറ്റിനുള്ള സന്തോഷായില്ലേ? ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇതായിരിക്കും എന്നുള്ളത്. എന്താ പ്രതീക്ഷ? അപ്പൊ ചോദിക്കില്ല എന്നാ എന്റെ ഗിഫ്റ്റ്. ഓ, കിച്ചൺ സെറ്റ് ആണോ വിചാരിച്ചേ? അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇതായി പോയി. ഇഷ്ടംപോലെ ടൂൾസ് ഉണ്ട്. എന്തായാലും നമ്മ എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇറ്റ്സ് ലൈക്ക് സന്തോഷം കൊണ്ടാണല്ലോ ഒന്നും പറയാൻ പറ്റാത്തത്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ കുട്ടി ഒരു ചാലഞ്ച് പറഞ്ഞത്. പക്ഷെ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. സോ ഗൈസ് എല്ലാവരും അപ്പൊ എല്ലാവരും ഫുൾ ആയിട്ട് നമ്മുടെ വീഡിയോ കാണാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ചാലഞ്ച് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ്സ് കൂടെ പറയാം കേട്ടോ. പിന്നെ ഇത് നമ്മളെ വക നമ്മളെല്ലാവരും വക വാങ്ങിച്ചു കൊടുത്തതാണ്. അപ്പോൾ ഇതിനെ കൊണ്ട് നമ്മൾ ഇനിയും ഒരുപാട് ക്ലേ ആർട്സ് ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഷോർട്സിലൊക്കെ. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കാണണം. അത് നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി ഗൈസ്. മുന്നേ പറയേണ്ടതാണ്. നമുക്ക് ഈ 2K ആണെങ്കിൽ വെറും 300 സബ്സ്ക്രൈബേഴ്സിനെ കൂടി മാത്രമേ വേണ്ടൂ. സോ നിങ്ങൾ സപ്പോർട്ട് പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് 300 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ 2K അടിക്കും ഗൈസ്. 2K അടിക്കും. എന്തായാലും നിങ്ങൾ ഷെയർ ചെയ്യാം. 300 ആകുമ്പോൾ ഷെയർ അയച്ച് നമുക്ക് 2K അടിക്കട്ടെ ഇൻഷാ അല്ലാ. അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. ബൈ.